ഓണവിശേഷങ്ങൾ ഈ പറഞ്ഞതുപോലെ നൽകിയത്. പൂവിനൊക്കെ തൊട്ടാൽ പൊള്ളുന്ന വിലയാണ്. ഈ ഒന്നാം ദിവസം ഇടുന്ന ഒരു കളമോ അല്ലെങ്കിൽ രണ്ടാം ദിവസം 2 കളം ആ വട്ടത്തിലല്ല. 10ാം ദിവസം നാളെ ആകുമ്പോഴേക്കൊരു 10 കളം ചുറ്റും വരെ. അതുപോലെ ആ ചട്ടങ്ങളിൽ നിന്നൊക്കെ മാറി വരച്ചെടുക്കുകയാണ് ഓണപ്പൂക്കളങ്ങളെല്ലാം. അപ്പോൾ സ്വാഭാവികമായും അതൊക്കെ നിറയ്ക്കാനുള്ള പൂക്കളുടെ ആ വിലയും അതുപോലെ തന്നെ കൂടും. പ്രത്യേകിച്ച് ഇന്നും നാളെയൊക്കെ നമുക്ക് അടുത്ത് പോലും ദർശിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും. പക്ഷേ ആകാശം അല്പം തെളിഞ്ഞു നിൽക്കുന്നു എന്നത് ഒരു ആശ്വാസകരമാണ്. അത് എങ്ങനെ വരും എന്നറിയില്ല. ഇനിയിപ്പോൾ മധ്യ കേരളത്തിലെയൊക്കെ ഓണവിശേഷം എങ്ങനെയാണെന്ന് നോക്കണം. ഇപ്പോൾ ഇവിടുത്തെ തെക്കൻ കേരളത്തിലെ വിശേഷങ്ങളാണ് രജിത്ത് പറഞ്ഞത്. ശ്രീജിത്തുണ്ട് അവിടെ. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ഓണാശംസകൾ. എങ്ങനെ ഓണം പടിവാതിക്കലെത്തിയല്ലേ? മായ, സ്വപ്ന, ഓണാശംസകൾ. ഗുഡ് മോർണിംഗ്. എന്തായാലും ഓണം കളർ ഒലിച്ചു പോകുമോ എന്നുള്ളൊരു സംശയത്തിൽ കൂടിയാണ് നിൽക്കുന്നത്. കാരണം അന്തരീക്ഷം ഒരല്പം മേഘാവൃതമാണ്. അതുകൊണ്ട് ഉത്രാടം പൂർണ്ണമായി ഉണർന്ന ഒരു അവസ്ഥയിലല്ല ഈ കൊച്ചി, എറണാകുളം നഗരത്തിൻ്റെ ഒരു പരിസരത്ത് നിന്നുള്ള ഒരു കാഴ്ച. അല്പസമയത്തിൽ കുറച്ചുകൂടി അവരുടെ ഉറക്കം വിട്ട്, പ്രത്യേകിച്ച് ഒരു അല്പം തണുപ്പിലൊക്കെ കിടക്കുന്നുണ്ടായിരിക്കാം. എന്തായാലും എനിക്ക് പിന്നിൽ പൂ വിപണി വളരെ സജീവമായിട്ട് കാണുന്നത് എറണാകുളത്തെ പ്രധാനപ്പെട്ട നോർത്തിലുള്ള ഒരു പൂ വിപണിയാണ്. പക്ഷെ നമുക്ക് കാണാവുന്ന പോലെ ആളുകളൊക്കെ പതുക്കെ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. നഗരം ഒരല്പം താമസിച്ചുറങ്ങുന്ന ഒരു നഗരമായതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട രാവിലെ പൂക്കളങ്ങളെല്ലാം എല്ലാവരും ഓണം ആഘോഷിക്കാനൊക്കെ വളരെ സജീവമായിട്ടാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ അരി പുറത്തുനിന്ന് ആന്ധ്രയിൽ നിന്ന് വരണം, പച്ചക്കറി തമിഴ്നാട്ടിൽ നിന്ന് വരണം, പൂ വരണമെങ്കിൽ അതും നമ്മൾ ഇതര സംസ്ഥാനങ്ങളെ വേണം ആശ്രയിക്കാൻ. അതുകൊണ്ട് തന്നെയാണ് പൂക്കൾക്ക് നേരത്തെ രജിത്തും നിങ്ങളുമൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ വില വ്യത്യാസമുള്ളത്. എന്തായാലും ഓണാഘോഷങ്ങൾ വളരെ കളറായി തന്നെ ആണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. നിറവോണം, പൊലിയോണം, ലാസ്യോണം, ഇങ്ങനെ വിവിധ ജില്ലകളിലായി ഓണം വിവിധ സർക്കാരിൻ്റെ ഉൾപ്പെടെയുള്ള നേതൃത്വത്തിൽ നടന്നു പോകുന്നുണ്ട്. വീടുകളിലൊക്കെ നമുക്ക് കാണാൻ, വീടുകളിൽ പൂക്കളം ഇടാൻ വേണ്ടി ചെറിയ ചെറിയ പാക്കറ്റുകളാണെങ്കിലും നമ്മുടെ ആചാരത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് ഇതൊരു നിറവിൻ്റെ അല്ലെങ്കിൽ നിറങ്ങളുടെ ഒരു ആഘോഷമാണ്. കോട്ടയത്തു നിന്നൊരു പ്രത്യേക വിശേഷം, ഇത് രാജവംശവുമായി ബന്ധപ്പെട്ട ഉത്രാടക്കഴി സമർപ്പണം ഇന്നാണ്. അവിടെ സൗമ്യവതി തമ്പുരാട്ടി, കൊച്ചി രാജവംശത്തിലെ പിന്മുറക്കാരി എന്ന നിലയിൽ അതൊരു ഉത്രാടക്കഴി സമർപ്പിക്കുന്നത് രാജകുടുംബാംഗങ്ങൾക്ക്, നേരത്തെ സ്ത്രീകൾക്ക് പുതുവസ്ത്രം വാങ്ങാൻ വേണ്ടിയുള്ള ഒരു സമർപ്പണമായിരുന്നത്. 11 രൂപയായിരുന്നു. 11 രൂപ എന്നുള്ളതല്ല, അത് അതിൻ്റെ ആ ഒരു പ്രാധാന്യം കണക്കിലെടുത്ത് അത് വലിയൊരു ചടങ്ങായാണ് കൊണ്ടു നടന്നിരുന്നത്. അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേരത്തെ 1001 രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ തന്നെയാണ് ഇത് കൈമാറുന്നത്. എന്തായാലും വിവിധ ഈ സ്ഥലങ്ങളിൽ ആ ഓണാഘോഷങ്ങൾ പൊടിപിടിക്കുകയാണ്. ഒപ്പം തന്നെ മഴ ഒരല്പം പ്രശ്നമുണ്ടാക്കുമോ എന്നൊരു സംശയം. കാരണം യെല്ലോ അലർട്ട് 4 ജില്ലകളിലുണ്ട്. മധ്യ കേരളത്തിലെ ഇടുക്കി, കോട്ടയം, എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ ജില്ലാ കോടതി പാലമൊക്കെ പൊളിച്ചിട്ടുണ്ട്. അവിടെ നഗരത്തിൽ ഒരല്പം തിരക്ക് കൂടുതലുണ്ടെന്ന് അജയ് പറയുന്നുണ്ട്. എന്തായാലും നഗരം പൂർണ്ണമായും ഉണരാത്തതുകൊണ്ട് ഇപ്പോൾ ഇവിടെ തിരക്കിൻ്റെയും ഗതാഗതത്തിൻ്റെയും പ്രശ്നമില്ല. അല്ലെങ്കിൽ എറണാകുളം നഗരം വലിയ രീതിയിലുള്ള ഗതാഗതക്കുരുക്ക് ഈ ഓണനാളുകളിൽ കണ്ടിരുന്നു. നമുക്കിപ്പോൾ കാണാവുന്ന പോലെ തന്നെ ആളുകൾ ഇപ്പോൾ പൂ മേടിക്കാനൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പൂക്കളങ്ങൾ വീട്ടിലേക്ക് വേണ്ടി പൂടുന്ന അസോസിയേഷൻ്റെ പരിപാടിയല്ലേ? മോനാണ്. അപ്പം നിങ്ങൾ രണ്ടും കൂടെ സജീവമായിട്ട് അസോസിയേഷൻ്റെ പരിപാടിക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണോ? പൂവിൻ്റെ വിലയൊക്കെ എങ്ങനെയുണ്ട് പൊതുവെ? ഇവിടെ കുറച്ച് കുറവുണ്ട്. അങ്ങോട്ട് ഇപ്പോൾ കലൂര് ചോദിച്ചപ്പോൾ അവിടെ വില കൂടുതലാണ്. അതാണ് ഇങ്ങോട്ട് വന്നത്. ഓണം മഴ പ്രശ്നമാവുന്നുണ്ടോ? മഴയുണ്ട്. ആ മഴയുണ്ട്. അതുകൊണ്ട് ഓണം എന്താവും എന്നുള്ളതാണ് ഒരു അവരുടെ വാചകത്തിൽ നിന്ന് തന്നെ പറയുന്ന കാര്യം. ഇതവണ എങ്ങനെയുണ്ട്? ബിസിനസ് എങ്ങനെയുണ്ട്? ഓണം മഴ കാരണം കുളമാക്കിയേക്കുവാണ്. ഇന്നലെ ഒന്നും പൂ വിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് പൂവെല്ലാം കിടക്കണ്ടോ, നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും മഴയാണെങ്കിൽ ഓണം നമുക്ക് കറുത്തു പോകും. എവിടുന്നാ വരുന്നത് പൂവൊക്കെ? അവിടെ വണ്ടി ഓടിക്കുന്നതാണ്. ഞങ്ങൾ കൂട്ടുകാർ കൂടി ഇട്ടേക്കണയാണ് പൂവ്. പൂ വരുന്നത് എവിടുന്നാണ്? പൂ കോയമ്പത്തൂർ. മന്തിപ്പൂവൊക്കെ നമ്മുടെ നാട്ടിലെ കുറച്ച് കൃഷിയൊക്കെ ഇപ്പോൾ ഇല്ലേ? കൃഷിയുണ്ട്. അത് നമുക്ക് അങ്ങനെ പോയി എടുക്കാനൊന്നും പറ്റൂല. അതിപ്പോൾ നമ്മൾ പോകുമ്പോൾ അവിടെ ഈ മല്ലി ഇത് 2 കിട്ടുള്ളൂ. ചുമപ്പും മഞ്ഞയും കിട്ടുള്ളൂ. മഞ്ഞയും ചുമപ്പും കിട്ടും. ആവശ്യക്കാർ അന്വേഷിച്ച് വരുന്ന പൂവിനാണെങ്കിൽ പുറത്തുനിന്ന് തന്നെ വരണം. മാർക്കറ്റിൽ തന്നെ വരണം. ഇത് പോയിട്ട് ഇവിടെ വരുമ്പോഴത്തേന് ഭയങ്കര പൈസയാവുക. 24 hours ഉണ്ട്. 24 hours തുറന്ന് സംവിധാനങ്ങളിലെ സജീവമാണ്. അതെ, അവരുടെ പേര് തന്നെ അങ്ങനെയാണ്. എന്തായാലും പൂ ഇങ്ങനെ നിരന്ന് ഇരിപ്പുണ്ട്. ആളുകളൊക്കെ ആഘോഷത്തിലേക്ക് കടക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നു.